ഹലോ, ഇന്ന് നമുക്ക് അനോദർ ഡേ ഇൻ പാരഡൈസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റികളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലെറ്റ് us rewind and rejoice. ചോദ്യം നമ്പർ 1. വാട്ട് യു തിങ്ക് ദ വുമൻ ഇൻ ദ സ്ട്രീറ്റ് റിയലി നീഡ്സ്? തെരുവിൽ നിൽക്കുന്ന ആ സ്ത്രീക്ക് ശരിക്കും എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ കരുതുന്നു? ആൻസർ. The woman really needs more than just money. She needs basic necessities like shelter, food, and emotional security. Above all, she needs dignity and respect. ആ സ്ത്രീക്ക് പണം മാത്രമല്ല, അതിജീവനത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ, താമസം, ഭക്ഷണം, വൈകാരിക സുരക്ഷ ഇവയെല്ലാം ആവശ്യമുണ്ട്. എല്ലാറ്റിനുമുപരിയായി അവർക്ക് മാന്യതയും ആദരവും ലഭിക്കണം. Question number 2. How does the man respond to the woman's call? സ്ത്രീയുടെ സഹായത്തിനായുള്ള വിളിക്ക് ആ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആൻസർ. The man pretends that he cannot hear her, does not look back, and is embarrassed. He ignores her plea and walks away quickly. ആ മനുഷ്യൻ അവൾ പറയുന്നത് കേൾക്കുന്നതായി നടിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിന് നാണക്കേട് തോന്നുന്നു. അദ്ദേഹം അവരുടെ അപേക്ഷ അവഗണിച്ചു വേഗത്തിൽ നടന്നുപോകുന്നു. Question number 3. Why does the writer ask us to think twice? രണ്ടു വട്ടം ചിന്തിക്കാൻ എഴുത്തുകാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ. The writer asks us to think twice so that we may reconsider our immediate indifferent reaction and recognize the suffering of others before deciding to ignore them. നമ്മുടെ ഉടനടിയുള്ള നിസ്സംഗമായ പ്രതികരണം പുനഃപരിശോധിക്കാനും അവഗണിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിനു മുമ്പ് മറ്റൊരാളുടെ ദുരിതം തിരിച്ചറിയാനും വേണ്ടിയാണ് എഴുത്തുകാരൻ നമ്മളോട് രണ്ടു വട്ടം ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. Question number 4. Why can't the woman walk? എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് നടക്കാൻ കഴിയാത്തത്? Answer. The lyrics say, she can't walk but she's trying. She can see blisters on the soles of her feet. This suggests she cannot walk due to severe physical pain or blisters caused by constant walking or poor condition. അവർക്ക് നടക്കാൻ കഴിയില്ല, പക്ഷേ അവർ ശ്രമിക്കുന്നു. അവരുടെ കാൽവെള്ളയിൽ കുമിളകൾ കാണാം എന്ന് വരികൾ പറയുന്നു. നിരന്തരമായ നടത്തം അല്ലെങ്കിൽ മോശം സാഹചര്യങ്ങൾ കാരണം കഠിനമായ ശാരീരിക വേദന അല്ലെങ്കിൽ കുമിളകൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് നടക്കാൻ കഴിയാത്തതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Question number 5. Comment on the significance of the line, "Is there nothing more anybody can do?" മറ്റാർക്കും ഒന്നും ചെയ്യാനില്ലേ എന്ന വരിയുടെ പ്രാധാന്യം വിശദമാക്കുക. Answer. This line highlights the collective failure of society. It implies that while one person might not be able to solve the problem, the community or the authorities could do much more, but they chose not to. സമൂഹത്തിന്റെ കൂട്ടായ പരാജയത്തെയാണ് ഈ വരി എടുത്തു കാണിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സമൂഹത്തിനോ അധികാരികൾക്കോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷേ അവർ ചെയ്യാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. Question number 6. Why is the woman always being asked to move on? എന്തുകൊണ്ടാണ് ആ സ്ത്രീയോടെപ്പോഴും മാറ്റി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്? Answer. She is asked to move on because the public and business owners do not want a visible symbol of poverty and distress disrupting their paradise or making them feel uncomfortable. പൊതുജനങ്ങളും കച്ചവടക്കാരും ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും ഈ ദൃശ്യരൂപം അവരുടെ സ്വർഗത്തെ തകർക്കുകയോ അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവരോട് മാറ്റി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. Question number 7. Do you think the woman shows perseverance? Give reasons. ആ സ്ത്രീ സ്ഥിരോത്സാഹം കാണിക്കുന്നുണ്ടോ? കാരണങ്ങൾ നൽകുക. Answer. Yes, she does. Despite her immense pain, blisters on the soles of her feet, and the man ignoring her, she keeps trying to get help. She can't walk, but she is trying, showing great perseverance to survive. അതെ, അവർ കാണിക്കുന്നുണ്ട്. കഠിനമായ വേദനയിലും ആ മനുഷ്യൻ അവരെ അവഗണിച്ചപ്പോഴും അവർ സഹായത്തിനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് നടക്കാൻ കഴിയില്ല, പക്ഷേ അവർ ശ്രമിക്കുന്നു. അതിലൂടെ അതിജീവനത്തിനായുള്ള വലിയ സ്ഥിരോത്സാഹം അവർ പ്രകടിപ്പിക്കുന്നു. Question number 8. What, in your opinion, is the message of the song? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഗാനത്തിന്റെ സന്ദേശം എന്താണ്? Answer.
The core message is a call to social responsibility and empathy. It challenges the self-centeredness of the rich and urges people to think twice before ignoring the plight of the poor and the homeless. സാമൂഹിക ഉത്തരവാദിത്വത്തിനും സഹാനുഭൂതിക്കും വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് പ്രധാന സന്ദേശം. ഇത് ധനികരുടെ സ്വാർത്ഥതയെ ചോദ്യം ചെയ്യുകയും പാവപ്പെട്ടവരുടെയും ഭവനരഹിതരുടെയും ദുരിതം അവഗണിക്കുന്നതിനു മുമ്പ് രണ്ടുവട്ടം ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ് us appreciate. നമുക്ക് വിലയിരുത്താം. ഈ ഭാഗത്ത് പ്രധാനമായും ഗാനത്തിലെ അലങ്കാരങ്ങളെ തിരിച്ചറിയാനാണ് ആവശ്യപ്പെടുന്നത്. 1. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ സോങ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഗാനത്തിലെ കാവ്യാലങ്കാരങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെയുള്ള കോളങ്ങളിൽ നോക്കാം. കാവ്യോപകരണം, നിർവചനം, ഗാനത്തിലെ ഉദാഹരണം, ലക്ഷ്യം ഇവയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ 1. 2. 3. 4. 5. ചോദ്യം. Do the man's actions reveal the general attitude of society to the homeless? Give reasons. ആ മനുഷ്യന്റെ പ്രവൃത്തികൾ ഭവനരഹിതരോടുള്ള സമൂഹത്തിന്റെ പൊതുവായ മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ടോ? കാരണങ്ങൾ നൽകുക. ആൻസർ Yes, the man's actions reflect society's general indifference and avoidance towards the homeless, treating their suffering as a normal event in their own paradise. അതെ, ആ മനുഷ്യന്റെ പ്രവൃത്തികൾ ഭവനരഹിതരോടുള്ള സമൂഹത്തിന്റെ പൊതുവായ നിസ്സംഗതയെയും അവഗണനയും പ്രതിഫലിക്കുന്നു. അവരുടെ ദുരിതത്തെ സ്വന്തം പറുദീസ ഇലെ ഒരു സാധാരണ സംഭവമായിട്ടാണ് സമൂഹം കാണുന്നത്. Question number 3. Write a brief appreciation of the song, Another Day in Paradise, focusing on its theme, images and poetic devices. ഗാനത്തിന്റെ ആശയം, ബിംബങ്ങൾ, കാവ്യാലങ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനത്തിന്റെ ഒരു ഹ്രസ്വമായ വിലയിരുത്തൽ എഴുതുക. Answer: Appreciation. Another Day in Paradise is a powerful song by Phil Collins that functions as a profound social critique. Theme: the central theme is the widespread indifference of the privileged toward the plight of the homeless and the poor. The ironic title highlights the moral disparity. Life is paradise for some, but a daily struggle for others. Imagery. The song uses simple yet effective imagery, as in blisters on the soles of her feet, to evoke empathy and clearly convey the woman's physical suffering. Poetic devices. The use of refrain, "Oh, think twice," effectively reinforces the song's moral message and its central challenge to the listener's conscience. Overall, the song is successful in forcing the listener to confront their own social responsibility. ഫിൽ കോളിൻസിന്റെ അനദർ ഡേ ഇൻ പാരഡൈസ് ശക്തമായൊരു ഗാനമാണ്. അതാഴത്തിലുള്ള ഒരു സാമൂഹിക വിമർശനമായി പ്രവർത്തിക്കുന്നു. ആശയം: ഭവനരഹിതരുടെയും പാവപ്പെട്ടവരുടെയും ദുരിതങ്ങളോടുള്ള ധനികരുടെ വ്യാപകമായ നിസ്സംഗതയാണ് ഇതിലെ പ്രധാന ആശയം. ഗാനത്തിന്റെ വിരോധാഭാസമായ തലക്കെട്ട് ധാർമ്മികമായ അസമത്വം എടുത്തുകാണിക്കുന്നു. ചിലർക്ക് ജീവിതം സ്വർഗം, മറ്റുള്ളവർക്ക് അത് നിത്യപോരാട്ടം. ബിംബങ്ങൾ. ലളിതവുമെന്നാൽ ഫലപ്രദവുമായ ബിംബങ്ങൾ, ഉദാഹരണത്തിന് അവരുടെ കാൽവെള്ളയിലെ കുമിളകൾ, ഉപയോഗിച്ച് സ്ത്രീയുടെ ശാരീരിക ദുരിതത്തെക്കുറിച്ച് സഹാനുഭൂതി ഉണർത്താൻ എലിസബത്തിന് കഴിയുന്നു. കാവ്യാലങ്കാരങ്ങൾ. ആവർത്തനം, ഓ, രണ്ടുവട്ടം ചിന്തിക്കുക എന്ന ഉപയോഗം ഗാനത്തിന്റെ ധാർമ്മിക സന്ദേശത്തെയും കേൾവിക്കാരന്റെ മനസാക്ഷിയോടുള്ള പ്രധാന വെല്ലുവിളിയെയും ഫലപ്രദമായി ശക്തിപ്പെടുത്തുന്നു. മൊത്തത്തിൽ സ്വന്തം സാമൂഹിക ഉത്തരവാദിത്തത്തെ അഭിമുഖീകരിക്കാൻ കേൾവിക്കാരനെ പ്രേരിപ്പിക്കുന്നതിൽ ഈ ഗാനം വിജയിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കണേ.